ഇങ്ങനെ കുറേശ്ശെ ഇടും. ഇങ്ങനെ അങ്ങോട്ട് ഇടും. ഓ, അതിന് തണുപ്പ് കിട്ടാനാ? ഇതിന് കവി ഇടണമല്ലോ. ഓ, കവി ഇടണം. കവി ഇടുന്ന മണ്ണിട്ടതിന് ശേഷമല്ലേ? പിന്നെ ഈ ചാക്കിനകത്ത് ഇച്ചിരി കരിയില വരിക്കൊണ്ട് വന്നാ ഇവിടെ കുറെ ചേന നട്ടേ. കഴിഞ്ഞ ദിവസം ചേന തന്നെ കണ്ടായിരുന്നല്ലോ. ചേന നട്ടു. അപ്പൊ അതിന് ഇച്ചിരി കവി ഇടാനാ. ചാണകപ്പൊടിക്ക് പകരമുള്ള സാധനം അല്ലേ? ഞങ്ങളുടെ മീൻകുളം പറ്റി മീനും ചത്തു. അപ്പൊ അതിന്റെ ഈ പായലും അതിന്റെ എല്ലുപൊടിയും മുള്ളുപൊടിയും എല്ലാം കൂടെ കോരി എടുത്താ കുറെ. ഓ, ഇതെല്ലാം കോരി എടുത്തു. ഇതുകൊണ്ടോ കിടക്കുന്നേ. അടിപൊളി. ഇനിയുണ്ട് കുറെ കോര. നല്ല വളവാ. സൂപ്പർ വളം. ഈ ചാണകം ഇടുന്നതിലും നല്ലതാ. ഇത് ചാണകപ്പൊടിയാന്ന് തന്നെയാണോ പറയുള്ളൂ? ചാണകപ്പൊടിയാന്നേ പറയുള്ളൂ ആൾക്കാർ കണ്ടാല് അല്ലേ? പായലാന്നാലും പറയൂ. പായലാന്നാരും പറയാല. അപ്പൊ ഈ കരിയിലഞ്ഞ് ഇതിന് മുകളിലേക്ക് ഇടുക. ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ ഇടും. ഇങ്ങനെ അങ്ങോട്ട് ഇടും. ഓ, അതിന് തണുപ്പ് കിട്ടാനാ? ഇതിന് കവി ഇടണമല്ലോ. ഓ, കവി ഇടണം. കവി ഇടുന്ന മണ്ണിട്ടതിന് ശേഷമല്ലേ? അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത്ര ഇടുന്നുള്ളോ? ഇത്ര ശാങ്കിടും. ബാക്കി നമുക്ക് മൊത്തം ഇടാനുണ്ട്. അപ്പൊ ഈ ചാക്കിനകത്തൊക്കെ കരിയില. ഇതിനകത്തെല്ലാം ചെറിയിലായിരിക്കും. അങ്ങ് പറമ്പിൽ നിന്ന് കൊണ്ടുവന്നോ വാരിക്കൊണ്ട് വന്നു. സാധാരണ ഈ 10-ാമതയത്തിന് മുമ്പ് ചേന നടണമെന്നാ പറയുന്നത്. നമുക്ക് 10-ാമതയും പോയിട്ട് മേടം 10-ന് പോലും മഴയും പെയ്തില്ല, നനയ്ക്കാൻ മാർഗവും ഇല്ല. ചേനയിരുന്ന് മുളയ്ക്കാൻ തോന്നും. ഇനിയിപ്പോ പെരക്കാത്തിരുന്ന് കായ്ക്കല്. അതുകൊണ്ട് അങ്ങ് നട്ടു. അപ്പൊ ഒരു മഴ കിട്ടിയപ്പോ നട്ടു. ഇനിയിപ്പോ മഴ പെയ്യുമായിരിക്കും. കുംഭമാസത്തിലൊക്കെയാ ചേന നട്ടാൻ സാധാരണ നടുന്നത്. പണ്ടൊക്കെ അല്ല, കുംഭമാസം നടണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ ഒരു ചരിത്രം. കീഴ്വഴക്കം പഴമക്കാർ ചെയ്തോണ്ടിരുന്നതാ. അങ്ങനെയാണല്ലോ. മീനമാസത്തിൽ നടുവില്ല. അത് മീനമാസം നട്ട് കഴിഞ്ഞാല് മീൻ കണ്ണോളം എന്നൊക്കെയാ പറയുന്നത് അല്ലേ? പിന്നെ നടാന്ന് ഇതാ മുടക്കി വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഒരു 5 കിലോ വെച്ചാലും ചേന കിട്ടിയില്ല, നമുക്ക് ഒന്നും കിട്ടിയല്ല. പിന്നെ നടാന്ന് മേടമാസത്തില അല്ലേ? മേടമാസത്തില. പിന്നെ എങ്ങനെയും ഒക്കെ, അതായത് മേടം 10-ന് മുമ്പ് നടണം. 10-ന് മുമ്പ് നടണം. കാലാവസ്ഥ ചതിച്ചു. കാലാവസ്ഥ നമ്മളെ മൊത്തം എല്ലാ കൂട്ടത്തിലും ചതിച്ചു. മീൻ കുളം പറ്റി നടാൻ പറ്റിയില്ല. താറാവ് മുട്ടയിട്ടില്ല. ഈ വെള്ളത്തിൽ കൂടെ നടന്നാലല്ലേ മുട്ടയിടുള്ളൂ അല്ലേ? പിന്നെ അത് വെള്ളത്തിൽ കൂടെ ചാടിച്ചു വിടണം. വെള്ളം വേണം. അപ്പൊ ഇത് ഈ കരിയില ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ചെറിയ തണുപ്പ് കിട്ടിക്കോളും. കിട്ടും. ഇനിയിപ്പോ കുറേശ്ശെ പൊടിമണ്ണങ്ങൾ തൂളി ഇടും ഇതിന് മുകളിൽ. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ കുറച്ച് ഈ കരിയിലയും കൂടെ അങ്ങോട്ട് ഇടും. അപ്പൊ ചെറിയൊരു തണുപ്പ് കിട്ടും. അത്രയും പരിപാടിയേ ഉള്ളൂ. ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്യാനുള്ള ചെയ്യും. പിന്നെ ബാക്കിയെല്ലാം താൻ പാതി ദൈവം പാതി അത് തന്നെ അല്ലേ? പരിപാടിയും.